കരങ്ങളണിയിട്ടു നിർത്തി മംഗള സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീനക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മാതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ ഒരു ജാതി ഒരു മാതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. Good afternoon, Miss. Good afternoon, all of you. Afternoon. Thought of the day. Thought of the day. Concentrate all your thoughts upon the work in hand. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന പ്രസന്റ് കാര്യത്തിലായിരിക്കണം നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്താണോ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന അസൈൻഡ് ആയിട്ടുള്ള ജോലി അതിലായിരിക്കണം നിങ്ങളുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ നിങ്ങളുടെ തോട്ട്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. Sign in. മാം സൈൻ ഇൻ ആരും ഇല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം മാം. കാണുമ്പോൾ ഒരു കുറിയൻ കാറ്റേ പ്രിയമാനസം ചൊല്ലും കിളിക്കാതിൽ നീ ചൊല്ലും തരികളകൾ പൊത്തിച്ചിരിയുണർത്തും പുതു കണ്ണാടിയായി കാറ്റേ. Okay, thank you. Good afternoon to all. Good afternoon. Good afternoon, ma'am. Afternoon. എന്തെങ്കിലും വിശേഷം? സുഖം. സുഖമായിരിക്കുന്നു എല്ലാവരും. സുഖായിരിക്കണം, കുഴപ്പമില്ല. ഓക്കെ. PDF കാണുന്നുണ്ടോ? ഇല്ല മിസ്. ഇപ്പോഴോ? ഇല്ല. ഓക്കെ, യൂണിറ്റ് 10 എടുക്കാം കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ്. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് വ്യത്യസ്തമാണല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ആ വ്യത്യസ്തം അതല്ലേ ഉദ്ദേശിക്കുന്നത്? എല്ലാ ഹ്യൂമൻ ബീങ്സും ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. മെയിനായിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. Yes, individual differences നോക്കാം. It is an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all aspects. No two individuals are similar, not even identical twins. Individuals differ in their intelligence, aptitude, interests, attitude, and other personality traits. These disparities between individuals that separate them from one another and make one as a distinctive individual in oneself as termed as individual differences. എന്താണ് individual difference എന്ന് പറയുന്നത്? റീസിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റീസിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾപോലെ റിസംബിൾ എന്നല്ലേ? സാദൃശ്യം പറയല്ലേ?
ഓക്കെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പല കാര്യങ്ങളിൽ അല്ലെ ഓരോരുത്തരും പല ആസ്പെക്ട്സിൽ വ്യത്യസ്തരായിരിക്കും. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ട്വിൻസിനാണെങ്കിലും നമ്മൾ കാണുമ്പോൾ ഒരേപോലെ തോന്നാം, പക്ഷെ എന്താണ് ഒരു പല കാര്യങ്ങളിൽ അവർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം സ്കിൽസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. കാഴ്ചയിൽ മാത്രമാണ് നമുക്ക് എന്ത് തോന്നുന്നത്, അവർ ഒരേപോലെ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽസിനെ ഡിഫറെന്റ് ആക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത്, ഓരോ വ്യക്തികളെയും വ്യത്യസ്തനാക്കുന്നത് പല കാര്യങ്ങളാണ് അല്ലെ. മെന്റലി ഫിസിക്കലി ആയിട്ട് പല കാര്യങ്ങളും ഒരു ഇൻഡിവിജ്വലിനെ വ്യത്യസ്തനാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്റലിജൻസ് ആണ് അല്ലെ. പലരും പല ഇന്റലിജൻസ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാവും, നേച്ചർ ഇന്റലിജൻസ് ഉള്ളവരുണ്ടാവും, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ടാവും, ആർട്ടിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരുണ്ടാവും, മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവരുണ്ടാവും. അങ്ങനെ പല രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉള്ള കാറ്റഗറൈസ് ഉൾപ്പെടുന്നത്. പിന്നെ നമ്മൾക്ക് പലർക്കും പല ആപ്റ്റിറ്റ്യൂഡാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് ക്യാരക്ടർ പല ക്യാരക്ടേഴ്സ് പല ടേസ്റ്റ്സ് ഉള്ളവരായിരിക്കും അല്ലെ. പല ടേസ്റ്റസ്, അതുപോലെ തന്നെ എന്താണ് ഇൻട്രസ്റ്റ്, എന്താണ് താല്പര്യങ്ങൾ, ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങൾ, ഓരോ രീതിയിലും പലർക്കും പല ആറ്റിറ്റ്യൂഡ്സ് ഉള്ളവരായിരിക്കും. മറ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, മറ്റ് സവിശേഷതകളുണ്ട്. അപ്പോൾ ഇന്റലിജൻസിൽ വ്യത്യസ്തമാക്കുന്നുണ്ട് ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ നിന്നും എല്ലാവരും തന്നെ എന്താണ് വ്യത്യസ്തരാണ്. ഓക്കെ, അപ്പൊ ഇത്തരം വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം ഡിസ്പാരിറ്റീസ് ആണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. അവന്റെ ചിന്തകൾ, അവന്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, സ്കിൽസ്, എബിലിറ്റീസ് ആണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഓക്കെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? കേൾക്കുന്നില്ലേ? അണ്ടർലൈൻ ചെയ്യാട്ടോ. Individual different their intelligence, aptitude, interest, attitude and other personality traits. ആ ഒരു പാരഗ്രാഫ് തുടങ്ങി അവിടെ തുടങ്ങി ലാസ്റ്റ് പോയിന്റ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഇൻഡിവിജ്വൽ ഡിഫറൻസ് തുടങ്ങി ഇവിടെ വരെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് their intelligence എന്ന് തുടങ്ങിയിട്ട് oneself are termed as individual differences വരെ ലാസ്റ്റ് സെന്റൻസ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ഇതിന്റെ നേച്ചർ എങ്ങനെയാണ്, വ്യക്തി വ്യത്യാസങ്ങളുടെ നേച്ചർ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. രണ്ട് രീതിയിൽ ഇവിടെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ്. എന്താണ് അങ്ങനെ പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇത് അളവിൽ ഒന്നായിരിക്കും പക്ഷെ തരത്തിൽ ഒന്നായിരിക്കില്ല. do not have common human traits എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് ഉണ്ടായിരുന്നു. അതെ, യെസ്. അതായത് ഇപ്പൊ പല ഇമോഷൻസ് തന്നെ നമ്മൾ എന്താണ് പല രീതിയിലല്ലേ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ അളവിൽ വ്യത്യാസമില്ലേ? എല്ലാവർക്കും ഒരേപോലെ ഇമോഷൻസിൽ തന്നെ നമ്മൾ പല വേരിയേഷൻസ് കാണിക്കാറുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും മറ്റെന്ത് തരം ട്രേറ്റ്സ് ആണെങ്കിലും എന്താണ് ഇതെല്ലാവരിലും ഒരേപോലെ ആണ്. അളവ് ഒന്നാണ് പക്ഷെ എന്താണ് നമ്മൾ കാണിക്കുന്ന തരം, അതാണ് കൈൻഡ് വ്യത്യാസം. ഡിഗ്രി അളവിൽ ഒന്നാണ് പക്ഷെ അളവിൽ അതിന്റെ കൈൻഡ് തരത്തിൽ വ്യത്യാസം. പല രീതിയിൽ കുഞ്ഞുങ്ങൾ കരയും അല്ലെ, പല വേരിയേഷൻസ് കരയാൻ അറിയാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ എന്താണ് ചിരിക്കാൻ, ചിരിയുടെ കാര്യത്തിലാണെങ്കിൽ ദേഷ്യമാണെങ്കിലൊക്കെ എന്താണ് നമ്മൾ കാണിക്കുന്ന ആ ഒരു നമ്മുടെ ആ സ്വഭാവങ്ങള് പല തരത്തിൽ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. ഓക്കെ, അതായത് എല്ലാവരിലും ഉള്ളതുപോലെ തന്നെ. പക്ഷെ എനിക്കിപ്പോ ഒന്ന് കുറച്ച് അടക്കി പിടിച്ച് കരയാൻ പറ്റുന്നതാണെങ്കിൽ രേവതിക്ക് പക്ഷെ എന്താണ് ചിലപ്പോ ഓപ്പൺ ആയിട്ട് ഭയങ്കര ഉറക്കെ കരയുന്നതായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ രണ്ടുപേരും കൈകാര്യം ചെയ്യുന്ന ഇമോഷൻ ഒന്ന് തന്നെയല്ലേ, സങ്കടം തന്നെയല്ലേ. അതിലുണ്ടാവുന്ന വേരിയേഷൻസിൽ മാത്രമാണ് അല്ലെങ്കിൽ അളവിൽ മാത്രമാണ് എന്ത് വരുന്നത്, വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വ്യക്തി വ്യത്യാസത്തിൽ ആദ്യത്തെ നേച്ചർ സ്വഭാവം എന്ന് പറയുന്നത് അത് അളവിൽ ഒന്നാണ് പക്ഷെ തരത്തിൽ ഒന്നല്ല എന്നുള്ളതാണ് കേട്ടോ. വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ്. മനസ്സിലായോ? Yes, ma'am. Yes. All persons do have common human traits, but the amount, the properties of such traits differ from person that leads to uniqueness of personality and behavior. So the concept of individual differences mean to quantitative differences found among individuals in respect of a specific trait or various traits.
ഇവിടെ എന്താ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസസ് ആണ് ഓരോ ഇൻഡിവിജ്വലിൽ നിന്ന് ഉണ്ടാകുന്നത്. അതായത് ഒരു സ്പെസിഫിക് അയിൽ നിന്ന് വേരിയസ് ആയിട്ടുള്ള ഒരു സവിശേഷതയിലേക്കായിരിക്കും നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇനി ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ 5 വ്യക്തി എടുക്കുകയാണെങ്കിൽ 5 വ്യക്തികൾക്കും 5 വ്യത്യസ്ത സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കും അല്ലേ? 5 വ്യത്യസ്ത സ്വഭാവങ്ങളല്ലേ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ 28 പേരെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 26 പേര് കാണിക്കുന്നുണ്ട്. 26 പേര് എങ്ങനെയാണ്? ഒരേപോലെയാണോ? അല്ല അല്ല പല ആസ്പെക്ട്സിൽ നിങ്ങൾക്ക് പലതരം നമ്മളെല്ലാവരും ഒരേ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ കൂടി എന്താണ്, നമ്മൾ കാണിക്കുന്ന ഇമോഷൻസിന്റെ അളവില് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തരത്തില് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തില് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്വഭാവത്തിന് സാധാരണ വിതരണം അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസങ്ങളുടെ സാധാരണ വിതരണം എന്ന് പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. All measures of trait that contribute to individual differences tend to distribute themselves as per laws of normal probability curve. അതായത് നമ്മുടെ വ്യക്തി വ്യത്യാസങ്ങൾ അളക്കുന്ന ഒരു കർവ് ഉണ്ട്. എന്താണ് അതിനെ പറയുന്നത്? വ്യക്തി വ്യത്യാസങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കും ഇത്? നോർമൽ പ്രോബബിലിറ്റി കർവ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല മാം. ഇല്ല. അത് സംഭവം ഇതായിരിക്കും. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പല ആസ്പെക്ട്സിൽ പല രീതിയിലാണ് ഇത് മെഷർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, ഇതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് എന്താണ്, ഇതൊരു നോർമൽ പ്രോബബിലിറ്റി. നോർമൽ എന്ന് പറയുമ്പോൾ ഒരാളുടെ സാധാരണ സ്വഭാവത്തെ മെഷർ ചെയ്യണം നമ്മൾ. അതായത് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് അതിന് നമ്മളിപ്പോ ഗ്രാഫ് വരയ്ക്കുക. നമ്മൾ എന്തിനാണ് ഗ്രാഫ് വരയ്ക്കുന്നത്? ഗ്രാഫ് റെപ്രസെന്റേഷൻ വരയ്ക്കുന്നത് എന്തിനാണ്? അതായത് അതിൽ കൂടുതലും കുറവും തിരിച്ചു മാറുന്നതും അപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ നമ്മൾ മെഷർ ചെയ്യുന്നെങ്കിൽ ഒരാളുടെ നോർമൽ സ്വഭാവം സവിശേഷതകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് എന്ത് നോർമൽ പ്രോബബിലിറ്റി കർവിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരാളുടെ സ്വഭാവത്തിൽ എത്രത്തോളം വേരിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് കുറച്ച് മെഷർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് നോർമൽ ആയിട്ടുള്ള കർവ് ആണെങ്കിൽ നമ്മൾ അയാളുടെ മെഷർമെന്റ് ഒക്കെ നോക്കി വരുമ്പോൾ ഇതൊരു ബെൽ ഷേപ്പിലായിരിക്കും രൂപപ്പെടുന്നത്. ബെല്ലിന്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ? നമ്മൾ മണിയുടെ ഷേപ്പ് കണ്ടിട്ടില്ലേ? മണിയുടെ ഷേപ്പ് എങ്ങനെയാണ്? മണി, ബെൽ കണ്ടിട്ടുണ്ടോ? നമ്മള് താഴെയുള്ള സ്പേസ് വലിയ സർക്കംസ്റ്റൻസ്. അപ്പൊ ഇതിനെ നമ്മള് ഈ ഒരാളുടെ സ്വഭാവ സവിശേഷത മെഷർ ചെയ്ത് വരുമ്പോ ബെൽ കർവിൽ രൂപപ്പെടാൻ, അത് ബെൽ ഷേപ്പിൽ, അതായത് എന്താണ് നോർമൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതായത് സ്വഭാവത്തിന്റെ വേരിയേഷൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ എന്താണ് ഒരു ബെൽ ഷേപ്പിൽ രൂപപ്പെടും. അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണ് വരുന്നത്? സിമെട്രിക്കൽ ഷേപ്പിൽ വരും. എന്താണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്? സിമെട്രിക്കൽ ഇരുവശങ്ങളും എങ്ങനെയായിരിക്കും സിമെട്രിക്കൽ ഷേപ്പിന്റെ? ഒരേപോലെ തന്നെ. അപ്പൊ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇതിനെ സിമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബെൽ ഷേപ്പ്ഡ് കർവ് എന്നാണ് ഒരാളുടെ സാധാരണ സ്വഭാവത്തിന്റെ സവിശേഷതകൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ മെഷർമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ പ്രോബബിലിറ്റി കർവുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോർമൽ പ്രോബബിലിറ്റി കർവിൽ പറയുന്നത് എന്താണ്? ഒരാളുടെ സ്വഭാവത്തിന്റെ നോർമൽ ആയിട്ടുള്ള സവിശേഷതകളാണ് അതിൽ വരുന്നത്, അതായത് നോർമൽ കാര്യങ്ങൾ. അപ്പൊ അത് നോക്കുമ്പോൾ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല കേട്ടോ. അതാ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരാളുടെ സ്വഭാവ സവിശേഷതകൾ അളക്കുന്ന ഒരു മെഷർമെന്റ് ആണ്, ഒരു മെഷർമെന്റ് സ്കെയിലാണ് എന്താ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അതിൽ എന്ത് മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? അയാളുടെ എല്ലാ ആസ്പെക്ട്സും കൊടുക്കുക. അയാളുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ അയാളുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ്. നമ്മളിപ്പോ ഗ്രാഫ് വരക്കുമ്പോ തന്നെ നമ്മള് ഇപ്പൊ 0 to 10 അല്ലെങ്കിൽ 100-20 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ലേ? അപ്പൊ മെഷർമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ നോർമൽ സ്വഭാവം, ഹൈറ്റ് നോർമൽ ആണെങ്കിൽ, വെയിറ്റ് നോർമൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ആളുടെ ആസ്പെക്ട്സുകൾ, ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യും. ഇത്ര ക്വാളിറ്റി ഇപ്പൊ 20-നും 30-നും ഇടയ്ക്കാണ്, അല്ലെങ്കിൽ 30-നും 40-നും ഇടയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയല്ല നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അങ്ങനെ ഓരോന്ന് റെപ്രസെന്റ് ചെയ്ത് ഓരോ ഡോട്ടിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഇത് ഏത് ഷേപ്പിൽ വരും? ബെൽ ഷേപ്പിലോ അല്ലെങ്കിൽ സിമെട്രിക്കൽ ഷേപ്പിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന് എന്താണെന്ന് മനസ്സിലാക്കുന്നത്.
ആളുടെ സ്വഭാവത്തിലെ വേരിയേഷൻസ് നോർമൽ ആണെന്ന് മനസ്സിലായോ? അതാണ് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. യെസ്. നിങ്ങൾ തല പോയിന്ന് ആലോചിക്കൊന്നും വേണ്ട, അതിന് വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ നിങ്ങൾക്ക്. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? There is exist both inter-individual and intra-individual differences. എന്താണ് inter-individual difference, intra-individual differences എന്ന് പറയുന്നത്? What is inter-individual? Inter എന്ന് പറയുന്നത് എന്താ? Individuals not only different from among themselves with regard to the specific trait or difference among may also be noticed within the same individual when he is studied in respect of various traits. അതായത് ഇന്റർ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെയുള്ള, ഇൻട്രാ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ തമ്മിലുള്ള, അങ്ങനെയാണോ മാം? ഇൻട്രാ എന്താ പറഞ്ഞത്? ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഉള്ളിൽ അകത്തെ ഇവിടെ പറയുന്നത് നോക്കാം. Individuals not only differ among themselves with regard to a specific trait, but differences may be also be noticed within the same individual when he is studied in respect of various traits. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ എന്താണ് പറയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഇന്റർ എന്നും എന്താണ് ഇൻട്ര എന്ന് പറയണം അല്ലെ. ഇന്റർ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് വിത്തിനാണോ? വിത്തിനല്ലേ? ഇന്റർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ, അതാണ് ഇന്റർ. ആൾക്കാരുടെ സ്വഭാവം ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഉള്ളവരുടെ സ്വഭാവം എങ്ങനെയുള്ള സ്വഭാവമായിരിക്കും? ഇന്റർ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ളവരായിരിക്കും ഇന്റർ? അതായത് ഒരുപക്ഷെ എല്ലാം ഉള്ളിലുള്ള സ്വഭാവ സവിശേഷത ഉള്ളിലുണ്ടാവും, പുറത്ത് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മാം? അങ്ങനെയാണോ? അങ്ങനെയാണ് ഇന്റർ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. വ്യക്തികളും വ്യക്തികളുടെ സ്വഭാവങ്ങളും തമ്മിൽ വ്യത്യാസം കാണും, അങ്ങനെയാണോ മാം? അങ്ങനെയല്ല, നമുക്ക് രണ്ടു തരം പേഴ്സണാലിറ്റീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാല്. ഇന്റർ പേഴ്സണാലിറ്റീസ് ഉണ്ട്, ഇൻട്രാ പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഈ നമ്മള് ഈ കൗൺസിൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഒക്കെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ഏത് തരം ഇൻഡിവിജ്വൽസിൽ ഉൾപ്പെടുന്നതായിരിക്കും? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയുള്ളവരായിരിക്കും ഈ ഗൈഡൻസും കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇന്റർ പേഴ്സണാലിറ്റി ആയിരിക്കും. കാരണം മറ്റുള്ളവരുടെ ഫീലിങ്സിനെയൊക്കെ കൂടി കുറച്ചുകൂടി അറിയാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഫീലിങ്സും മറ്റു കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി കപ്പാസിറ്റി ആയിരിക്കും എങ്ങനെയുള്ളവർക്ക് ഇന്റർ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റികൾക്ക് ഉണ്ടാവുക. ഓക്കെ, കുറച്ചുകൂടി അവനവന്റെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കുറച്ചും കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി ടോക്കറ്റീവ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കും ഇന്റർ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രാ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻട്രാ ഇൻഡിവിജ്വല് ഓപ്പോസിറ്റ് ആയിരിക്കോ? നേരെ ഓപ്പോസിറ്റ്സ് ആയിരിക്കും അല്ലെ? ആയിരിക്കോ? അതെ, യെസ്. അതായത് അവരുടെ പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസിലെ ബിഹേവിയറിലൊക്കെ എന്താണ് കുറച്ചുകൂടി ഉൾവലിഞ്ഞ ആൾക്കാരായിരിക്കും അല്ലെ. കുറച്ചുകൂടി നമ്മളിപ്പോ ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ എന്നൊക്കെ പറയുന്നതിന് വേറൊരു തരമാണ് അല്ലെ. ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻട്രോവേർട്ടിന്റെ പ്രത്യേകത എന്താണ്? ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഉൾവലിഞ്ഞ് നിൽക്കുക, ഒരു കാര്യത്തിന് മുന്നിലേക്ക് ഇറങ്ങി വരില്ല. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം പെട്ടെന്ന് എടുത്ത് പറയും. ഉള്ളിലേക്ക്. അപ്പൊ ഇതിലേത് പേഴ്സണാലിറ്റി ആണ് ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത്? ഇൻട്രാ ഇൻഡിവിജ്വൽ ആണോ ഇന്റർ ഇൻഡിവിജ്വൽ ആണോ? ഇന്റർ ഇൻഡിവിജ്വൽ. ഇന്റർ ഇൻഡിവിജ്വൽ ആണ് അല്ലെ. അപ്പൊ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും? എക്സ്ട്രോവേർട്ട് ഇന്റർ ആയിരിക്കും. കുറച്ചുകൂടി ഓപ്പൺ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? നമ്മുടെ സ്വഭാവങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ എന്താണ് പലതരത്തിലുള്ള ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് നല്ല മനസ്സിനുടമകൾ എന്നുള്ള അർത്ഥം കൂടി വരുന്നുണ്ട് ഇതില്. അതെന്താ? എല്ലാം എന്താ വെച്ചാല് മോട്ടിവേറ്ററും മറ്റുള്ളവരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരും ഇന്റർ ഇൻഡിവിജ്വൽസിൽ പെടുന്നതാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ.
അങ്ങനെയൊന്നുമില്ല. ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിലപ്പോ ചില ഇൻട്രോവേർട്ടുകളും എക്സ്ട്രോവേർട്ടിന്റെ സ്വഭാവം കാണിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ആ ഒരു സ്വഭാവ രീതികളും ഇപ്പൊ നമ്മൾ പഠിക്കുന്ന എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ, പല രീതിയിൽ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. അല്ല, ഇൻട്രോവേർട്ട് നമ്മൾ പൊതുവെ പറയുന്നത് എന്ത് കാര്യങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങാതെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയല്ലേ. പക്ഷെ ഈ മോട്ടിവേഷൻ കൊടുക്കുന്ന ആൾക്കാർ എന്നെല്ലാം പറയുമ്പോ അവര് ഇൻട്രോവേർട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? അപ്പോ ഇൻട്രോവേർട്ട് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇന്റർ പേഴ്സണാലിറ്റികൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഉള്ളിലുള്ള മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. എക്സ്ട്രോവേർട്ടിലാണ് അത് ഉൾപ്പെടുന്നത് കേട്ടോ. എക്സ്ട്രോവേർട്ടുകളാണ് ഇന്റർ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയിൽ വരുന്നത്. അതാ ഞാൻ ചോദിച്ചത്, നേരെ ഓപ്പോസിറ്റ് അല്ലേ വരാന്ന്. ഇൻട്രാ ഇൻഡിവിജ്വൽസുകളാണ് എന്തിൽ വരുന്നത്? ഇൻട്രോവേർട്ടിൽ വരുന്നത്. ഓക്കെ, അതെ ഞാൻ ചോദിച്ചത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നിങ്ങള് ഇതിന് രണ്ട് പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ നേച്ചർ ചോദിക്കുകയാണെങ്കിൽ എന്താ പഠിക്കേണ്ടത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഹെഡ്ലൈൻസും ഇന്റർ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻട്രാ ഇൻഡിവിജ്വൽസ് എന്ന് മാത്രം നിങ്ങൾ ആ ഹെഡ് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻസ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. നമ്മുടെ വിദ്യാഭ്യാസത്തില് വ്യക്തി വ്യത്യാസങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ? പ്രാധാന്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കൂലേ വിദ്യാഭ്യാസത്തില്. 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 50 സ്റ്റുഡൻസും ഡിഫറെന്റ് സ്വഭാവങ്ങളും ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സും ഡിഫറെന്റ് സിറ്റുവേഷൻസും വരുന്ന ആൾക്കാരായിരിക്കൂലേ. ശരിയാണ് അല്ലെ? ഓക്കെ, നമ്മൾ മാത്രമല്ല മാം, എഡ്യൂക്കേഷന് എനിക്കൊരു ഇത് പറയാനുള്ളത്, എഡ്യൂക്കേഷനിൽ എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോയേഴ്സും കിട്ടൂ, ഡോക്ടേഴ്സും കിട്ടൂ, എഞ്ചിനീയറും കിട്ടൂ, എല്ലാവരും കിട്ടുള്ളൂ. മീൻസ് എല്ലാ മേഖലയും നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടുള്ളൂ. എല്ലാവർക്കും ഒരു സെയിം ടൈപ്പ് ഓഫ് ഇത് മാത്രമായിരുന്ന എല്ലാവരും ഒരേ ഇത് മാത്രം സെലക്ട് ചെയ്യും. അങ്ങനെ ആയാൽ നമ്മുടെ സൊസൈറ്റിയിൽ ബാക്കിയുള്ള ജോബ് സെലക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസ് കാണത്തില്ല. വെരി ഗുഡ്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ, പറഞ്ഞു നിങ്ങളാ. നമ്മള് വ്യക്തി വ്യത്യാസങ്ങൾ അറിഞ്ഞ് ക്ലാസ് എടുക്കാന്ന് പറയാനല്ലേ. നമ്മുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെങ്കിലും അവരിൽ ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടായിരിക്കണം അധ്യാപിക ക്ലാസ് എടുക്കേണ്ടത് അല്ലെ. അവരുടെ എല്ലാത്തരം വ്യത്യാസങ്ങളും അധ്യാപിക മനസ്സിലാക്കും. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അധ്യാപികയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ക്ലാസ് റൂമുകളാണെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അധ്യാപകർക്കും ഒരേപോലെ തന്നെ കുട്ടികൾക്ക് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് അവരിൽ എന്തൊക്കെ തരം വ്യത്യാസം, ഇപ്പൊ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരേപോലെ പഠിക്കുന്നവരായിരിക്കില്ല അല്ലെ. ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെ, അത് ചിലപ്പോൾ ഫസ്റ്റിലിരിക്കുന്ന ആൾക്ക് നന്നായിട്ട് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതിനനുസരിച്ച് ഓരോരുത്തരും കുറഞ്ഞിരിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. അല്ലാണ്ട് ഇപ്പൊ വിഷ്ണു എന്ന കുട്ടി പഠിക്കുന്നത് പോലെ തന്നെയല്ല ബാക്കി 4 പേര്, 5 പേരിൽ ആ 4 പേർക്കും അതേ വിഷ്ണുവിന്റെ അതേ ക്വാളിറ്റീസ് ഉള്ളാന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ വിഷ്ണു പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആൻസർ പറയുമെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ആ ടീച്ചറിന് ആ കുട്ടികൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നാണ് നമ്മളതിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ഫ്രണ്ട് ബെഞ്ചിലാണെങ്കിലും ലാസ്റ്റ് ബെഞ്ചിലാണെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ 40 പേരിലുണ്ടെങ്കിലും 40 പേരിൽ എന്തുണ്ട്, വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അധ്യാപിക ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ക്ലാസ് എടുക്കുക മാത്രമല്ല മറ്റെന്ത് തരം പ്രവർത്തനങ്ങളാണെങ്കിലും ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മളത് ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്ന കുട്ടികളുടെ ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ പഠനാന്തരീക്ഷം. ചാക്കോ മാഷ് പറഞ്ഞ പോലെ അല്ലെ, എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട്. ചാക്കോ മാഷ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടാണോ സ്ഫടികത്തിൽ കുട്ടികളെ പഠിപ്പിച്ചത്? അല്ല അല്ലെ, ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ. ആളുടെ പേര് ഞാൻ മറന്നുപോയി. എന്താണ് കുട്ടിയുടെ പേര്, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മോനെ എന്താണ് കമ്പയർ ചെയ്യുന്നത്. ആണ് ആളുടെ പേര്. എന്തോ ഒരു നല്ലൊരു പേരാണ്. ആ ഇൻഷിലോട് കൂടിയാണ് ആളുടെ പേര് പറഞ്ഞ ആൻസർ പറയാൻ പറയുന്നത് അല്ലെ. അതെ അയാളെ നോക്കി പഠിക്കുന്ന, കുട്ടിയെ നോക്കി പഠിക്കുന്ന അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതേപോലെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മങ്കി പെൻ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മങ്കി പെൻ അതെ, കണ്ടിട്ടുണ്ട്.
നല്ലൊരു സിനിമയാണ് അല്ലെ? കുട്ടികൾക്ക് അതെ. ഒരു നല്ലൊരു സാറ്, നല്ലൊരു ക്ലാസ് അന്തരീക്ഷം, കുട്ടികൾ കംപ്ലീറ്റ്ലി എല്ലാവരും ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും ക്ലാസ് മുറിയിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമും സ്കൂളും ഒക്കെ കണ്ടൊരു സിനിമ ഈ അടുത്ത കാലത്ത് അതാണ്. അതേപോലെ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ അതില് കുറെ ശരിക്കും പറഞ്ഞാൽ അതിൽ കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്ന ഒരു അധ്യാപകനാണ്. കാരണം ആ കുട്ടികൾ ഒരു പെർഫോമൻസിൽ തോറ്റുപോയി അല്ലെ? പക്ഷെ അവർക്ക് ആ തോറ്റുപോയ പെർഫോമൻസിന് വേണ്ടി അദ്ദേഹം ഒരു ട്രീറ്റ് കൊടുക്കും. അവരുടെ വിചാരം, കുട്ടികളുടെ വിചാരം എന്താണ്, ആ പെർഫോമൻസിൽ ജയിച്ചുകൊണ്ടാണ്, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചുകൊണ്ടാണ് സാറ് ട്രീറ്റ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ റെസ്റ്റോറന്റിൽ പോയിട്ടാണ് കൊടുത്തല്ലേ. പക്ഷെ എന്തിനാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തത്? കുട്ടികൾ തോറ്റെന്ന് അറിഞ്ഞിട്ട് പോലും ആളെന്താണ് കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലെ, പലരിലുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്, കുട്ടികൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് സാറ് തോറ്റിട്ട് ഒരു ട്രീറ്റ്മെന്റ് അത് ട്രീറ്റ് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ അധ്യാപന രീതികളെ വ്യത്യസ്തമാക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. അങ്ങനെയും കൂടി നമുക്ക് പറ്റണം അല്ലെ. എല്ലാ വിജയങ്ങൾക്ക് മാത്രമല്ല ആഘോഷിക്കേണ്ടത്, നമ്മുടെ പരാജയങ്ങളും ആഘോഷിക്കാനുള്ളതാണ്. പക്ഷെ നമ്മൾ പരാജയങ്ങൾ ആഘോഷിക്കാറുണ്ടോ? ഇല്ല. ഇല്ല. എല്ലാ ഫിലോസഫിയും കേൾക്കും, ഒരു പരാജയം കേൾക്കുമ്പോൾ വീണ്ടും നമ്മൾ കരഞ്ഞ് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കും. എല്ലാ ഫിലോസഫിയും കേൾക്കും. അതെ. ശരി. ഇപ്പൊ സാഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഈ നമ്മുടെ എന്തെങ്കിലും പറഞ്ഞോ? അതെ മാം, അതെ. സാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ സൊസൈറ്റിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡിവോഴ്സ് കേസ് ഒക്കെ വരുമ്പോൾ അത് സാധാരണ പോകുമ്പോഴത്തേക്കിനും എല്ലാവരും, നേരത്തെയൊക്കെ ഭയങ്കര സാഡ് ആയിട്ടായിരുന്നു. ഇപ്പൊ ഹസ്ബൻഡ് വൈഫും ചേർന്ന് ഡിവോഴ്സ് കേസ് ഇതായതിനു ശേഷം ബാക്കിയുള്ളവർക്ക് ട്രീറ്റ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആരോടെയും പറയണേ? രവതി എന്നോടാണോ? അതെ മാം. ഓക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറയണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എന്തെന്ന് തോന്നിയാലും പ്രശ്നമൊന്നുമില്ല. എന്റെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ രേവതി പറഞ്ഞ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഓക്കെ, അറിയാമോ? പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഇല്ല, ആദ്യമായിട്ട് പറയുന്നു, അറിയില്ലായിരുന്നു. ഓക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏറ്റവും ദുരന്തപൂർവമായ ജീവിതത്തിൽ നിന്നാണ്. അതായത് എന്റെ ഒരു വയസ്സിൽ തന്നെ എന്റെ അമ്മ മരിച്ചു. പിന്നെ അങ്ങോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്, പിന്നെ എനിക്ക് 2 ചേച്ചിമാരാണ്. ചേച്ചിമാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു 15 വയസ്സ് വ്യത്യാസമുണ്ട്. ഞാൻ ലേറ്റ് ആയിട്ടുള്ള ആളാണ്. ചേച്ചിമാരാണ് എന്നെ നോക്കിയത്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് നോക്കിയത്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയമാകുമ്പോൾ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി. അതുവരെ ചേച്ചിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടാണ് വളർന്നു വന്നത്. പിന്നെ അച്ഛന് 2ാമതൊരു വിവാഹം കഴിക്കേണ്ടി വന്നു. അവരിൽ വന്ന സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ദുരനുഭവങ്ങൾ തന്ന ഒരു സ്ത്രീയായിരുന്നു. അതായത് 2ാമമ്മ നമുക്ക് ഒരിക്കലും അറിയാം അല്ലെ, അമ്മയുടെ അത്രയും അതെ, അല്ലേ, ഒരുപാട് ദുരന്തങ്ങൾ, അതായത് അനുഭവിക്കാൻ പറ്റുന്ന അത്രയും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ജീവൻ പോലും നഷ്ടപ്പെടേണ്ട പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഞാൻ മാക്സിമം ഒക്കെ പിടിച്ചു നിന്ന് അങ്ങനെയൊക്കെ പോയി. പിന്നെ എന്താണ്, അവരുടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോ പലരുടെ വീടുകളിൽ നിൽക്കാൻ ആരംഭിച്ചു. കസിൻസിന്റെ വീട്ടില് എല്ലായിടത്തും ഒരു മാസമൊക്കെ നിൽക്കുമ്പോഴേക്കും എല്ലാവർക്കും പെൺകുട്ടിയല്ലേ, ഇപ്പൊ ആദ്യത്തെ ആവുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, എല്ലാവരും ഒരു മാസമൊക്കെ ആവുമ്പോഴേക്കും വേറെ എവിടെയെങ്കിലും മാറി നിന്നോളാൻ പറഞ്ഞ് നമ്മളെ വിടും. അങ്ങനെ ഞാൻ ഒരുപാട് നാള് ഓരോരുത്തരുടെ വീട്ടില് മാറി മാറി നിന്ന് ഒരുപാട് പേര് വീട്ടിൽ 1 കൊല്ലത്തോളം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നു. ലാസ്റ്റ് ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സമയത്ത് എനിക്ക് എന്റെ അമ്മയുടെ ആംഗിളിനോട് എല്ലാ കാര്യങ്ങളും പറയേണ്ടി വന്നു. കാരണം എനിക്ക് നിൽക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പൊ എങ്ങനെയെങ്കിലും കോഴ്സസ് ഒക്കെ തീർന്ന വരെ നിൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി നിന്നു. പക്ഷെ അവിടെ 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെയും കുറെ ബുദ്ധിമുട്ടുകളായി തുടങ്ങി. എല്ലാവർക്കും പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്. എന്തൊക്കെ പറഞ്ഞാൽ അവരുടെ വീട്ടിൽ 2 കുട്ടികളുണ്ട്. ഇപ്പൊ ഞാനും അതിന്റെ ഇടയിൽ ഒരു ബാധ്യതയാവാൻ പാടില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഞാൻ പോകുന്നിടത്തെല്ലാം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ഞാൻ പഠിക്കാനൊക്കെ പോയിരുന്നത്. കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അപ്പോഴൊക്കെ എന്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. ടീച്ചർമാരെന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ അതിനിടയിലാണ് പെട്ടെന്ന് ഒരു മാരേജ് പ്രപ്പോസൽ വന്നത്. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അത് കഴിക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾക്ക് ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കിയില്ല. പക്ഷെ ഒരു 9-10 വർഷത്തോളം മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അവിടെയും ഒരുപാട്
എന്നുവെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും അത്ര കഴിയാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ്. അത് കഴിഞ്ഞ അവസാനം എനിക്കൊരു മോനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കല്യാണം കഴിഞ്ഞ ഒറ്റയ്ക്കായിരുന്നു. ഒരു ദിവസം ഇറങ്ങി പോരേണ്ടി വന്നു, അത്ര അവസ്ഥയായി. പിന്നെ നിന്നാ എനിക്ക് അതിനിടയിൽ അവിടെ വെച്ചാണ് ഞാൻ BEd പഠിക്കുന്നത്. അവിടെ വെച്ച് എന്റെ മോനുള്ളപ്പോ തന്നെ BEd പഠിച്ചു. എനിക്ക് തോന്നിയ ഒരു സമയത്ത് പഠിക്കാതെ രക്ഷയില്ല, എന്തൊക്കെ കഷ്ടപ്പെട്ടാണ് പഠിക്കണം വിചാരിച്ച് ഞാൻ BEd പഠിച്ചു. ഇഷ്ടപ്പെട്ടു. അവിടെ വെച്ച് ഞാൻ PG ചെയ്തത് കേട്ടോ. PG ഒക്കെ ചെയ്തതൊക്കെ അവൻ. അങ്ങനെ അതിന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു ദിവസം ഇറങ്ങി പോരേണ്ടി വന്നതോ. പിന്നെ നിന്ന ലൈഫ് പോകുന്ന ഉറപ്പിച്ചു. മോന്റെ ലൈഫും കൂടി കളയാൻ പറ്റില്ല. അങ്ങനെ പോന്നു. ഇവിടെ വീട്ടില് ലാസ്റ്റ് ഇവിടെ തന്നെ വരേണ്ടി വന്നു. അവരുടെ കൂടെ തന്നെ നിൽക്കേണ്ടി വന്നു. അച്ഛനും വെള്ളയും കൂടെ തന്നെ നിൽക്കേണ്ടി വന്നു. പക്ഷെ അതാണെങ്കിലും അവിടെയും ബുദ്ധിമുട്ടുകൾ. ഒരു 3-4-5 വർഷത്തോളം ഞാൻ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ എല്ലാം അറിഞ്ഞൊരാള് വന്നു, നല്ലൊരു പ്രപ്പോസൽ വന്നു, കല്യാണം കഴിക്കേണ്ടി വന്നു. രണ്ടാമത് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഡിസംബർ വരുമ്പോ 1 വർഷമായി സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ട്. ഇപ്പൊ വളരെ ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല, അങ്ങനെ പോകുന്നു. എൻഡിങ് ഹാപ്പി ആയി മാം, അത് തന്നെ ഭയങ്കര സന്തോഷം. അതൊക്കെ ഇപ്പൊ മാം എനിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്കൊരു മാം ഒരു ചെറിയ കഥ പോലെ ഓരോ വർഷം ഓരോ മാസം ഓരോ വീട്ടിൽ നിന്നെന്ന് പറയുന്നത് അത് എത്രത്തോളം വേദനയാന്ന് അത് മനസ്സിലാവും മാം. അത് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും. അത് കഥ പറയുമ്പോ അത് പെട്ടെന്ന് പോയെങ്കിലും അതെ അതെ ഓരോ വീട്ടിൽ നിൽക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് ഇതിലേക്ക് എത്തിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓരോരുത്തരുടെ അവസ്ഥകളാണ് അദ്ദേഹം നമ്മൾ എത്തിക്കുന്നത്. അതെ, അതാണ് എന്റെ കഥ. അത്രേ ഉള്ളൂ. രേവതി എങ്ങനെ പറഞ്ഞതാണ് പെട്ടെന്ന് കത്തിയത്. പിന്നെ നമ്മളെ ഇഷ്ടമുള്ളവരോടല്ല ഷെയർ ചെയ്യുന്നത്. പക്ഷെ മാം എന്റെ ഇപ്പൊ മാം ഇപ്പൊ ജീവിക്കുന്ന ലൈഫ് ഏറ്റവും, അതായത് ഞാൻ ആ പറഞ്ഞപ്പോ മാമിന് വീണ്ടും പഴയ കാര്യം ഓർമ്മ വന്നു എന്ന് അറിയുമ്പോഴത്തേക്കും ഒരു ഫീൽ ഉണ്ട്. ലാസ്റ്റ് മാമിന്റെ ആ ലൈഫ് ഇപ്പൊ മാം അങ്ങനെയെങ്കിൽ രേവതിനെ ഒന്ന് കാണാൻ പറ്റി. ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് വായിച്ചത്. നിങ്ങളോട് ഷെയർ ചെയ്തതിന് പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്? ഏയ് നമുക്ക് ഹാപ്പിയാ മാം. ഹാപ്പി എൻഡിങ് ആയത് ഭയങ്കര ഹാപ്പിയായി. അല്ലെങ്കിൽ എന്തോ ഇപ്പൊ എങ്ങനെയാന്നുള്ള ഒരു രീതി ഇങ്ങനെ ക്യൂരിയോസിറ്റിയിൽ നിൽക്കായിരുന്നു. ആ ഫേസിൽ ആ ഹാപ്പി ഉണ്ട്, അത് എപ്പോഴും നിലനിൽക്കട്ടെ, ഒന്നും ഇല്ലാതെ എപ്പോഴും ഉണ്ടാവട്ടെ. അതുകൊണ്ടൊക്കെയാണോ ഞാൻ സൈക്കോളജി എടുക്കുന്നത് പതിയെ? എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് അത് പഠിപ്പിക്കേണ്ടതെന്ന് മനസ്സിലായി എനിക്ക്. അതുകൊണ്ടാണ് അത് പഠിപ്പിക്കണം. അതെ അതെ. എന്താ പറഞ്ഞ നമ്മള് ഈ ഒരു പാരഗ്രാഫ് ഇതേപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് എഡ്യൂക്കേഷൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എനിക്ക് ഇതിന്ന് തീർക്കണം, കാരണം ടീച്ചർ നാളെ ഉണ്ടാവില്ല. എനിക്ക് നാളെ HSC എക്സാം ഉണ്ട്. അപ്പോ വേറെ ടീച്ചർ ആയിരിക്കും എനിക്ക് പകരം എടുക്കാം കേട്ടോ. ഇതിന് തീർത്തിട്ട് പോകാനാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് നോക്കുന്ന ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മൾ ഏതൊക്കെ ഏരിയാസിലാണ് ഇൻഡിവിജ്വലി ഡിഫറൻസസ് വരുന്നത്? ഒന്ന് നമ്മുടെ ഫിസിക്കൽ ട്രേറ്റ് അല്ലെ, നമ്മുടെ ശാരീരികമായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. മെന്റൽ ഡിഫറൻസസ് വരുന്നുണ്ട്. ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റീസ് അല്ലെ. പിന്നെ ഡിഫറൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, ഇമോഷൻ ഡിഫറൻസ്. നമുക്ക് ഓരോന്നും നോക്കാം. നമ്മുടെ ഫിസിക്കൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് ദി സ്കിൻ, കളർ ഓഫ് ഐ, ഹെയർ ഐ സൈസ്, ഹാൻഡ്സ്, സൈസ് ഓഫ് മൗത്ത്, നോസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, മാനറിസം ഓഫ് സ്പീച്ച് ആൻഡ് വാക്ക്, ഹെയർ സ്റ്റൈൽ എക്സെട്ര. നമ്മുടെ എല്ലാ കാര്യങ്ങളും വ്യത്യാസമാണ് അല്ലെ. നമ്മുടെ ഹൈറ്റ് മുതൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ മാനറിസം, നടത്തം, സ്വഭാവം, എല്ലാ കാര്യങ്ങളും, കണ്ണിന്റെ കളർ, ഹെയറിന്റെ സ്റ്റൈൽ, അതൊക്കെ വ്യത്യാസമല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസിലെ ഫസ്റ്റ്
വ്യത്യാസം വരുന്നത് എവിടെയാണ്? ഫിസിക്കൽ ട്രേറ്റ്സിൽ. ഫിസിക്കൽ ട്രേറ്റ്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എളുപ്പമല്ലേ അത്? ഓക്കെ. മെന്റൽ ഡിഫറൻസസിൽ എന്തൊക്കെ വരുന്നുണ്ട്? People different intellectual abilities, capacities such as reasoning, thinking power and imagination. നമ്മൾ പല കാര്യങ്ങളിൽ മെന്റലി ഡിഫറെന്റ് ഉള്ളവരാണ് അല്ലെ. റീസണിങ് ആണെങ്കിലും, തിങ്കിങ് കപ്പാസിറ്റി ആണെങ്കിലും, ഇമാജിനേഷൻ ആണെങ്കിലും, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് ആണെങ്കിലും, കോൺസെൻട്രേഷൻ, അതെല്ലാം നമ്മൾ പല രീതിയിലാണ് പലരും വിചാരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇതിനൊക്കെ വ്യത്യസ്തമാക്കാൻ കാരണം എന്താണ്? നമ്മളിൽ ഉണ്ടാവുന്ന ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ എത്ര വ്യത്യാസം വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഒരാളുടെ നമ്മളെ നോർമൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ പല കാറ്റഗറീസ്, പല വേരിയേഷൻസ് അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്റലിജൻസ് കണക്കാക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഐക്യുവിന്റെ ഡിഫറൻസസിലാണ് അല്ലെ. ഐക്യു എന്ന് പറയുന്നത് എന്താണ്? ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയും അല്ലെ. ഇന്റലിജന്റ് കോഷ്യന്റ് എഴുതിത്തോളൂ കേട്ടോ. ഇന്റലിജന്റ് കോഷ്യന്റ്, ഐക്യു അറിയാൻ പറ്റും കുറച്ചു പേർക്കെങ്കിലും. ഓക്കെ, അപ്പൊ ഇന്റലിജന്റ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന ഐക്യു എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണ്. വില്യം സ്റ്റേൺ ആണ് ഐക്യു എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ ഐക്യു ടെസ്റ്റ്, നമ്മുടെ ഇന്റലിജന്റ് കോൺഷ്യന്റ് എന്ന ഐക്യു ടെസ്റ്റ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തത്, ഐക്യു ടെസ്റ്റ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തത് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ് കേട്ടോ. ആൽഫ്രഡ് ബിനെറ്റ്. അപ്പൊ ഐക്യു എന്നത് കൊണ്ടുവന്നത് ആരാണ്? കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വില്യം സ്റ്റേണും ഫസ്റ്റ് ഐക്യു ടെസ്റ്റ് നടത്തിയത് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്. അപ്പൊ ആൽഫ്രഡ് ബിനെറ്റിനെ നമ്മൾ ഫാദർ ഓഫ് ഐക്യു എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ പഠിക്കുമ്പോൾ എന്താണ്? അതിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? വില്യം സ്റ്റേൺ ആണ് കേട്ടോ. പേരുകൾ കിട്ടിയോ? ആൽഫ്രഡ് ആൽഫ്രഡ് ബിനെറ്റ്. ആൽഫ്രഡ് ALFRED, ആൽഫ്രഡ് BINET, ബിനെറ്റ്. ആൽഫ്രഡ് ബിനെറ്റ്. നമ്മുടെ മോക്ക് ടെസ്റ്റിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ടീച്ചർ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇന്റലിജൻസിന്റെ ബേസിസിൽ നമ്മൾ ഐക്യുവിന്റെ ബേസിസിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സൂപ്പർ ജീനിയസ് മുതൽ ആവറേജ് ആയിട്ടുള്ള പേഴ്സൺ, ബോർഡർ ലൈൻ, അങ്ങനെ ആവറേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ ഐക്യു ലെവൽ നോക്കുന്നത്. ഐക്യു ലെവൽ നമ്മൾ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മളുടെ മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അതായത് മാനസിക വയസ്സ് ഇൻറ്റു കാലിക വയസ്സ് ഇൻറ്റു 100. മാനസിക വയസ്സ് ബൈ കാലിക വയസ്സ് ഇൻറ്റു 100 എന്നാണ്. നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. പഠിക്കാനൊന്നുമില്ല നിങ്ങൾക്ക്, ഞാൻ പഠിച്ചുകൊണ്ട് പറഞ്ഞു തന്നെയാണ്. MA by CA ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മുടെ ഏജ് അല്ലെങ്കിൽ നമ്മുടെ ഐക്യു കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ കേട്ടോ, അതിന്റെ ഡെഫിനേഷൻ അതാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ആൽഫ്രഡ് ബിനെറ്റ് ഫസ്റ്റ് ഒരു പേഴ്സണിന് ആദ്യത്തെ ഐക്യു കണ്ടക്ട് ചെയ്തത്. അതായത് മാനസിക വയസ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള വയസ്സ് എത്രയാണെന്നുള്ളത്, കാലിക വയസ്സ് എന്ന് പറഞ്ഞാൽ ഇയർ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് കൂടി ഞാൻ മോക്ക് ടെസ്റ്റ് ഇട്ടതിൽ വായിക്കുമ്പോൾ മനസ്സിലാവാതെ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ എങ്ങനെയാണ്? കാലിക വയസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മാനസിക വയസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മെന്റൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്, ക്രോണോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോണോളജിക്കൽ അറിയില്ല. അതായത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതല്ലേ ക്രോണോളജിക്കൽ എന്ന് പറയുന്നത്? നമ്മൾക്ക് ഏകദേശം കണക്കാക്കപ്പെടുന്നത്. നമ്മൾ ഇത്ര വയസ്സിനുള്ളിൽ എന്നൊക്കെ പറയില്ല, അതേപോലെ ഇത്ര വയസ്സിലുള്ള വരുന്ന കാറ്റഗറി എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് പഠിക്കാനില്ല കേട്ടോ, അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് തരാത്തത്. അപ്പൊ ഇവിടെ ഐക്യു എന്ന് പറഞ്ഞപ്പോ മാത്രമാണ് ഇപ്പൊ ആൽഫ്രഡ് ബിനെറ്റിന്റെയും സ്റ്റേണിന്റെയും പിന്നെ ഐക്യു എങ്ങനെ അതിന്റെ ഇക്വേഷന് ഞാൻ പറഞ്ഞു തന്നത്. അതൊന്നും പഠിക്കാനില്ല, സൈക്കോളജിയിൽ വലിയ കുറച്ചും കൂടി സബ്ജക്റ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഇഡിയറ്റ്. ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കാറ്റഗറിയാണ് ഇഡിയറ്റ്? എത്ര ഐക്യു ഉള്ള ആൾക്കാരായിരിക്കും ഇഡിയറ്റ് എന്ന് പറയുന്നത്? അതായത് ഇതിന് നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 140 വരെ, അതായത് ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഐക്യു എന്ന് പറഞ്ഞാൽ ഒരു 140-ന് മുകളിൽ വരും, സൂപ്പർ ജീനിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇഡിയറ്റ് മീൻസ് എങ്ങനെയാണ്? ഇഡിയറ്റ് എന്ന് പറഞ്ഞ ആൾക്കാരാ ഇഡിയറ്റ് തീരെ കുറവുള്ളവർ, അതായത് 25-ന് താഴെ ആയിരിക്കും, അതായത് 25-ന് താഴെ ആയിരിക്കും ഒരു ഐക്യു വരുന്നത്. ഇന്നീസിൽ എന്ന് പറയുന്ന അങ്ങനെയാണ്. ഇന്നീസിൽ എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെയാണ്? ഇന്നീസിൽ എങ്ങനെയുള്ളവരായിരിക്കും? 50 ആണ് മാം. 50-ൽ താഴെ വരും. മോറോൺ എന്ന് പറയുന്നത് നമ്മള് മൂഢന്മാര് അല്ലെങ്കിൽ അസാധുക്കൾ എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ പാപങ്ങൾ എന്നൊക്കെ പറയുന്ന കാറ്റഗറീസിൽ, അല്ലെങ്കിൽ എന്താണ് ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ
ബോർഡർ ലൈൻ എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും? ബോർഡർ ലൈൻ 60 താഴെ 60 താഴെ ആയിരിക്കും ഐക്യു വരുന്നത് അല്ലെ. 60-70 താഴെ ആയിരിക്കും അത് ഐക്യു വരുന്നത്. വെരി സുപ്പീരിയർ ആൻഡ് ജീനിയസ് എന്ന് പറയുമ്പോൾ എത്ര ഐക്യു ആയിരിക്കും അവർക്ക്? വെരി സുപ്പീരിയർ ആൻഡ് ജീനിയസ് എന്ന് പറയുമ്പോൾ 140ക്ക് മുകളിലായിരിക്കും. 140ക്ക് 130 140ക്ക് മുകളിൽ വരുന്നവരാണ് വെരി സുപ്പീരിയർ ആൻഡ് ജീനിയസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. നിങ്ങൾ ഇതിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അല്ലാതെ ടീച്ചർ ഇതില് ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞ ഒരു നോട്ടിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അതായത് 140 മുതൽ 25 വരെ എങ്ങനെയാണ് ഓരോ ഐക്യു കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് അയച്ചു തരും കേട്ടോ. അപ്പൊ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. ഓക്കെ. ഇനി അപ്പൊ മെന്റൽ ഡിഫറൻസസ് എങ്ങനെയാണ് വരുന്നത്? ഇന്റലിജൻസിന്റെ ബേസിസിലാണ് നമുക്ക് എന്ത് വരുന്നത്? മെന്റലി ഓരോ വ്യക്തികളിലും ഡിഫറൻസസ് ഉണ്ടാവുന്നത്. ഇനി മോട്ടോർ എബിലിറ്റിയിൽ എങ്ങനെയാണ് ഡിഫറൻസസ് വരുന്നത്? മോട്ടോർ എബിലിറ്റിയിൽ individual differences can be observed to motor ability such as reaction time, steadiness, rate of muscular movement, resistance to time. നമ്മുടെ മോട്ടോർ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഫിസിക്കലായിട്ട് ഓരോ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. ചിലർക്ക് നല്ല രീതിയിൽ ഓടാൻ പറ്റും, നല്ല സ്റ്റെഡിനെസ് ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ടയർഡ്നെസ് വന്ന റെസിസ്റ്റൻസ് പവർ ഉള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി റിയാക്ഷൻ ഫോർമേഷൻ കൂടുതലുള്ള ആൾക്കാരായിരിക്കും. അതായത് ബോഡി വെച്ചിട്ട് നമ്മുടെ ഇതിന്റെ പറയുമ്പോൾ നമ്മുടെ സ്പോർട്സ് താരങ്ങൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. സ്പോർട്സ് താരങ്ങൾ കണ്ടിട്ടില്ല, അവർക്ക് ഫിസിക്കൽ എബിലിറ്റീസ് കൂടുതലാണ് അല്ലെ. ഫിസിക്കൽ എബിലിറ്റീസ് കൂടുതലുള്ളവരല്ലേ. ഓക്കെ. യെസ്. അപ്പൊ മനുഷ്യനെ മറ്റൊന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊന്നാണ് എന്താ? മോട്ടോർ എബിലിറ്റീസിലെ ബേസിസിൽ മനുഷ്യർ തമ്മിൽ വ്യത്യസ്തതയുണ്ട്. അടുത്തത് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ മനോഭാവങ്ങളിലൊക്കെ എന്താണ് പല രീതിയിൽ വ്യത്യാസമുണ്ട് അല്ലെ. ചിലവരെന്താണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആവുന്നവരായിരിക്കും. ചിലർക്ക് എന്താണ് സോഷ്യൽ മീറ്റിംഗ്സ് അവോയ്ഡ് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ലോൺലെസ് ആയിരിക്കും അല്ലെ. ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, കൂട്ടത്തിൽ കൂടാത്തവർ. അങ്ങനെ കണ്ടിട്ടില്ലേ നമ്മളെ കുറച്ച് ആൾക്കാരെ? വ്യത്യാസങ്ങളൊക്കെ വ്യത്യാസമാണ് ഓരോരുത്തർ. ഇപ്പൊ ഗ്രൂപ്പ് ഇപ്പൊ നമ്മള് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിൽ പോകാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെ അതെന്തിന്റെ ബേസിസിലാണ്? അവരുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ആ രീതിയിലായതുകൊണ്ടാണ് അവർ അങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? സോഷ്യൽ മീറ്റിംഗ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യും. ദെൻ അവരെന്താണ് ഒറ്റപ്പെടൽ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അവർ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. സം ഹാവ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. ചിലർക്ക് എന്തുണ്ട്? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിക്കൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ, സൃഷ്ടിക്കാൻ, യാന്ത്രികമായിട്ടുള്ള ഒരു അഭിരുചി ഉള്ളവരുണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ മെക്കാനിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് യന്ത്ര സാമഗ്രികൾ ഉണ്ടാക്കാനായിട്ടൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടില്ല നമ്മള്. അതെന്തുള്ളത് കൊണ്ടാണ്? നമുക്ക് മെക്കാനിക്കൽ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്സ് ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്. എന്താണ് സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? എന്താണ് സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? എന്തിലാണ് പ്രാവീണ്യം കൂടുതൽ അവർക്ക്? പഠനത്തിലാണ്. പഠനത്തിലായിരിക്കും അല്ലെ. പഠനത്തിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അതേപോലെ തന്നെ മ്യൂസിക്കില് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്, സംഗീതപരമായിട്ടോ അല്ലെങ്കിൽ കലാപരമായിട്ടോ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്, അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ളവരെല്ലാം തന്നെ എന്താണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിന്റെ കീഴിലാണ് അവർക്ക് ഡിഫറൻസസ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അത്? ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ആണ്, ഇതിൽ ആറ്റിറ്റ്യൂഡ് നോക്കൂ. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ക്യാൻ ബി in the beliefs, options, ideas of people. They possess different attitude toward different people, groups, objects, particular religious people. നമുക്ക് പല കാര്യങ്ങളോടും പല രീതിയിലുള്ള സമീപനങ്ങളാണ് അല്ലെ, പല ആറ്റിറ്റ്യൂഡ്സ് ആണ് അല്ലെ. ഫാമിലിയിൽ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല നമ്മളൊരു സോഷ്യൽ സെറ്റിംഗ്സിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്കൂൾ സെറ്റിംഗ്സിൽ കാണിക്കുന്നത് ആണോ? അല്ല, വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ നമ്മളുടെ പല വിശ്വാസങ്ങളുള്ളവരുണ്ട് അല്ലെ, പല ഒപ്പീനിയൻസ്, പല ഐഡിയാസ്, ഇതെല്ലാം നമ്മളിൽ വ്യത്യസ്തനാണ്. ഇനി ഒരു ഗ്രൂപ്പിലുള്ള സമയത്ത് നമുക്ക് പല ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ തനിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ആറ്റിറ്റ്യൂഡാണ്. മറ്റു കാര്യങ്ങൾ റിലീജിയസ് ആണെങ്കിൽ പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ എന്താണ് നമുക്ക് നമ്മളുടേതായ സ്വന്തമായിട്ടുള്ളൊരു ആസ് ഇൻഡിവിജ്വൽ പേഴ്സൺ എന്ന നിലയിൽ നമുക്ക് എന്തുണ്ട്? സ്വന്തമായിട്ടൊരു മനോഭാവമുണ്ട്. എന്ത് കാര്യങ്ങളാണ്, ഏത് തരം ആസ്പെക്ട്സ് എടുത്ത് നോക്കിയാലും എന്താണ് ഓരോരുത്തർക്കും ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത് നിങ്ങളുടേതായ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ്.
ചില കുട്ടികള് വേറെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ചിലവരെന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യുന്നത്. ചിലവരെങ്ങനെയാണ് ഒരു കാര്യം പറയുമ്പോൾ തന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നവരുണ്ടാവും. അപ്പൊ പല രീതിയിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. അതെന്തിന്റെ ഭാഗമായിട്ടാണ്? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അല്ലെ, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ എന്താണ് ഡിഫറൻസ് ആറ്റിറ്റ്യൂഡിലുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇമോഷണൽ ഡിഫറൻസസ്. ഇമോഷണൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? വികാരങ്ങള്. വികാരങ്ങള് എക്സ്പ്രസ് ചെയ്യുന്ന രീതി. വികാരങ്ങൾ ഒരുപോലെയല്ല. Individual Individual difference difference in in the mode they mode of express their emotions. Their emotions. In some individuals, passive like passion like love, affection, amusement, etc. are more prevalent, while others negative emotions are powerful. Some are emotionally stable and mature, while others are unstable and immature. നമ്മുടെ വികാരങ്ങളും വ്യത്യസ്തമാണ് അല്ലെ, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസിൽ വ്യത്യസ്തതയുണ്ട്. ഇനി ചിലർക്ക് സ്നേഹമാണെങ്കിലും വാത്സല്യമാണെങ്കിലും അത്ഭുതമാണെങ്കിലും ഒക്കെ നമ്മൾ പല രീതിയിൽ, ഇപ്പോ ലവ് എക്സ്പ്രസ് ചെയ്യാത്തവരെ കണ്ടിട്ടില്ലേ? നമ്മൾ എത്ര സ്നേഹം ഉണ്ടെങ്കിൽ എക്സ്പ്രസീവ് ആയിരിക്കില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ അമ്മമാരുണ്ട് പലരും, നിങ്ങൾക്ക് വളരെ സ്നേഹം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുണ്ടെങ്കിലും ചിലർ അധികം എക്സ്പ്രസീവ് ആവാറില്ല അല്ലെ. ചിലർ കുറച്ച് സൈലന്റ് ആയിട്ടുള്ള അമ്മമാരാണെങ്കിൽ അധികം എക്സ്പ്രസീവ് ആയിട്ട് ആ ഒരു സ്നേഹം കൊടുക്കില്ല. പക്ഷെ ഉള്ളിൽ എന്താണ്? ആ കുഞ്ഞിനോട് അത്രയും അമിതമായ ഒരു സ്നേഹമായിരിക്കും. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് അവരെ ഡിഫറെന്റ് ആക്കുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെന്താണ്? അഫെക്ഷൻ, വാത്സല്യാണെങ്കിൽ അത് അമ്യൂസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്ഭുതങ്ങൾ അല്ലെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ത് കാര്യത്തിനോടും ചിലപ്പോ വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചാലും ഒരു കൂസലില്ലാതെ കേൾക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അതായത് ചിലർക്ക് അത് ഭയങ്കര ഒരു ഇതായിട്ടായിരിക്കും അത് കേൾക്കുന്നത്. അത് എക്സ്പ്രസീവ് ആയിട്ട് ഇങ്ങനെ കാണിക്കും അല്ലെ. ഓക്കെ, ആര്യ പറയുന്നത് എന്താണ്? ഹസ്ബൻഡ് എക്സ്പ്രസീവ് അല്ലെന്നാണോ? അതെ, എക്സ്പ്രസീവ് ആണ്. നല്ല കാര്യം അല്ലേ? അല്ലേ, എനിക്ക് കുട്ടികളെ കൊഞ്ചിക്കാൻ എനിക്ക് മടിയായി. കൊഞ്ചിക്കാൻ എനിക്ക് അറിയില്ല. 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 അല്ല, പക്ഷെ ചെറുമിയുടെ മനസ്സിൽ നല്ല സ്നേഹമില്ലേ? പൊന്നെ ചക്കരയെ കുറിച്ച് കൊഞ്ചിക്കൂലോ. എനിക്കത് ഭയങ്കര ചമ്മലാണ്. മറ്റൊരാൾ പറഞ്ഞെങ്കിൽ ചിരി വരും, പറയുന്നത് കേൾക്കുമ്പോഴായാലും. അത് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഓരോരോ വേസ് ആണ്. അതൊരു പ്രത്യേക കഴിവാ സുറുമി, അതെല്ലാവർക്കും കിട്ടൂല. അതെന്റെ അനിയത്തി പറയുന്നത് ഒരു ലാംഗ്വേജേ മാറ്റാണ്. കുഞ്ഞു കുട്ടികളോട് അതിന് കുറച്ച് മുകളിലെ കുട്ടികളോട് അതിന് കുറച്ച് മുകളിലെ കുട്ടികൾ, എന്റെ കുട്ടികൾക്കായിക്കോട്ടെ ചുറ്റുമുള്ള നെയ്ബറിന്റെ കുട്ടികൾക്കെല്ലാം എന്റെ അനിയത്തിനോട് ഭയങ്കര ഇഷ്ടം. കാരണം അവള് ഡീൽ ചെയ്യുന്ന രീതി മാറ്റാം. ചെറിയ കുട്ടിനോട് ഭയങ്കര ആ കുട്ടികൾക്കെല്ലാം ഓരോ പേരും ഇടും. ഷുട്ടുരു, ചക്കുടു ഇങ്ങനെയെല്ലാം പറഞ്ഞ ഓരോ പേരായിരിക്കും. അങ്ങനെ ഇട്ട് വിളിച്ച് ആ കുട്ടികളെ പെട്ടെന്ന് അറ്റൻഷൻ വാങ്ങിക്കാനുള്ള കഴിവ് അതൊരു ഭയങ്കരം തന്നെയാ. നമുക്കതാവില്ല. അതുകൊണ്ട് എന്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടാ അനിയത്തിനെ. അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിമാരോട് കുട്ടികൾക്ക് ഭയങ്കര കാര്യമായിരിക്കും അല്ലെ, ചിറ്റമാരോട്, നേമമാരോട് നമുക്ക് പറയുമ്പോൾ. അതെ, അതേപോലെ നമ്മുടെ അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അവരോടൊക്കെ അച്ഛന്റെ അനിയൻ, അവരോടൊക്കെ പ്രത്യേക സ്നേഹമായിരിക്കും. എന്തെന്നില്ലാത്തൊരു കെയറിംഗ് ആണ് അല്ലെ. നമ്മൾ നോർമലി കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്ത സ്നേഹമാണ് അവരിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഇനി നോക്കൂ. Negative emotions are powerful. Some are emotionally stable and mature, while others are unstable and immature. ചിലവർ ഇമോഷൻസ് സ്റ്റേബിൾ ആയി, അവർക്ക് വിഷമ സങ്കടങ്ങളൊക്കെ വന്നാൽ അവർ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആയിട്ട് കോൺഫിഡന്റ് ആയിരിക്കും. പക്ഷെ ചിലവർ എങ്ങനെയാണ്? വൈകാരികമായിട്ട് തളർന്നു പോരുന്നു. അവർക്ക് അവർ ഇമോഷൻസിനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. പൊട്ടിക്കരയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ചിലവരെന്താണ്? പിടിച്ചു നിൽക്കും, കരയാതെ പിടിച്ചു നിൽക്കും. സ്റ്റേബിൾ ആണ്, ഇമോഷണലി സ്റ്റേബിൾ ആയതുകൊണ്ട്. പക്ഷെ ചെറിയ കാര്യങ്ങളിൽ പോലും സങ്കടപ്പെടുന്നവരുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് സങ്കടം വരുന്നത്? അവർ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ലെ. അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ് അവര് അങ്ങനെ അത്തരത്തിൽ അവരുടെ ഇമോഷൻസ് അറിയാതെ തന്നെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇമോഷൻസിന്റെ ബേസിസിൽ നമ്മൾ എന്തുണ്ട്? നമ്മള് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന ഭാഗം വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ, നന്നായിട്ട് പഠിക്കണം. ഇതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ എന്തൊക്കെ ഡിഫറൻസസ് ആണ് നമുക്കുള്ളത്? ഫിസിക്കൽ ട്രേറ്റ്സ് വ്യത്യാസമുണ്ട്, മെന്റൽ ഡിഫറൻസ് ഉണ്ട്, മോട്ടോർ എബിലിറ്റിയിൽ വ്യത്യാസമുണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്, ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്, ഇമോഷൻ ഡിഫറൻസ്. ഇമോഷൻസിൽ വരെ നമുക്ക് എന്തുണ്ട്? ഇൻഡിവിജ്വലി ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, എളുപ്പമല്ലേ ഭാഗം? ഓക്കെ,
മാം ആണെങ്കിൽ നവംബർ 11 ഒരു ടോപ്പിക് തന്നിട്ടേ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം മാനേജ്മെന്റ് എന്നായിരുന്നു. ടൈം മാനേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞായിരുന്നു ടോപ്പിക്ക്. ഞാൻ തന്നിരുന്നല്ലേ, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല, 11 പറയാം. എനിക്ക് ആ ടോപ്പിക് അത് തന്നെയാണോ എന്ന് അറിയില്ല, അത് ചോദിച്ചു. ഇമ്പോർട്ടൻസ് ഓഫ് ടൈം മാനേജ്മെന്റ് ഇൻ സ്റ്റുഡൻസ് എന്നാണോ പറഞ്ഞത്? ഇമ്പോർട്ടൻസ് ഓഫ് ടൈം മാനേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ നിങ്ങളുടേതായ പോയിന്റ്സ് ഇവിടെ വേറെ ഇവിടെ നിന്ന് കണ്ടെത്തരുത്, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അത് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ശരി. പക്ഷെ നിങ്ങളോട് പറഞ്ഞോ ടേം എക്സാം ആണെന്ന് പറഞ്ഞോ? ഫസ്റ്റ് ടേം എക്സാം ആണെന്ന് പറഞ്ഞായിരുന്നു. ഒരാഴ്ച മുന്നേ പറയുന്നു പറഞ്ഞു. മാം സ്റ്റക്ക് ആയിട്ടാണല്ലോ, ക്ലിയർ ആവണില്ല. എന്തോ ക്ലിയർ ആവുന്നില്ലേ? കാണത്തില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. 2 പാർട്ട് കഴിഞ്ഞാലേ ഉണ്ടാവില്ല. അടുത്ത ആഴ്ച ഉണ്ടാവോ എക്സാം? അടുത്ത ആഴ്ച എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് പോർഷൻസ് തീർക്കാൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്റെ എടുക്കാനുള്ള പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ചാപ്റ്ററിൽ നീഡിന്റെ ക്വസ്റ്റ്യൻസ് വന്നോ നിങ്ങൾക്ക്? മോക്ക് ടെസ്റ്റ് വേണം. വന്നു. ഓക്കെ, അപ്പൊ അത് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മള് തന്ന മോക്ക് ടെസ്റ്റുമായി ബേസ് ചെയ്തിട്ടൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ നന്നായിട്ട് വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ ആദ്യമായിട്ടല്ലേ എക്സാം എഴുതുന്നത്? അതെ മാം. അതെ, ഒന്നുമില്ല, നമ്മള് സിമ്പിൾ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 10 മാർക്ക് നമ്മളുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അതിൽ ബാക്കി ഏതൊക്കെ ടീച്ചേഴ്സ് എടുത്ത പോർഷൻസുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് 40 മാർക്കിന്റെ ഇടുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾക്കൊരു കൃത്യമായ ഒരു ടൈം തരും അതിന് മുൻപായിട്ട്. ആ സമയത്ത് നിങ്ങൾ ലിങ്കിൽ കയറാം. ലിങ്കിൽ കയറിയ ശേഷം എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ടാണ് എക്സാം എഴുതുന്നത് കേട്ടോ. ലിങ്കിൽ കയറിയതിനു ശേഷം നിങ്ങളുടെ പേര്, ഇമെയിൽ ഐഡി ഒക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വരും. ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് നമ്മുടെ മോക്ക് ടെസ്റ്റ് കാണൂല്ലേ, നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് കാണൂല, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് വരും. കറക്റ്റ് ആയിട്ട് പേരൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തിട്ട് ഓരോ ആൻസർ ക്വസ്റ്റ്യൻസ് 2-3 വട്ടം വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യുമ്പോൾ ലാസ്റ്റ് സബ്മിറ്റ് എന്നൊരു ബട്ടൺ വരും. ഒരു നീല ബട്ടൺ ഉണ്ടാവും, സബ്മിറ്റ്. സബ്മിറ്റ് വരുമ്പോൾ എന്താണ്? നിങ്ങൾ ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്നും കൂടി മുകളിലേക്ക് പോയി എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിലേക്ക് കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ കൊടുക്കാം. ഓക്കെ, ആൻസർ മാറ്റി കറക്റ്റ് ചെയ്ത് കുട്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ഇൻഡിവിജ്വലേറ്റേഴ്സ് പറയും നമ്മുടെ ഇവിടെ സിസ്റ്റത്തിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ പേര് റസ്മിന എന്നാണെങ്കിൽ റസ്മിന സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണുമ്പോൾ ഇവര് പറയും, എന്ത് പറയും? റസ്മിന സബ്മിറ്റ് ആയിട്ടുണ്ട്, ലെഫ്റ്റ് ആവാൻ പറയുമ്പോൾ മാത്രം ലെഫ്റ്റ് ആവാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എക്സാം നടത്തുന്നത്. പിന്നെ നിങ്ങളോട് കാര്യം പറയാം, നന്നായിട്ട് പഠിക്കുക എല്ലാവരും. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ടൈം പറയും. ഇപ്പൊ 2 മണിക്കാണ് എക്സാം എങ്കിൽ ഇപ്പൊ രാത്രി ആയിരിക്കും മിക്കതും, രാത്രിയൊക്കെയാണ് തോന്നുന്നത് എക്സാംസ് നടത്തുന്നത്. അപ്പോ നിങ്ങളുടെ ഫോണിലാണെങ്കിൽ നിങ്ങൾ ഫോണൊക്കെ നന്നായിട്ട് ചാർജ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാനൊക്കെ വെള്ളമൊക്കെ ഇതൊക്കെ തൊട്ടടുത്ത് വെച്ച് എല്ലാ സാധനങ്ങളും അടുത്ത് വെച്ചിട്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കാനായിട്ട്. ഇനി സിസ്റ്റത്തിലാണെങ്കിലും സിസ്റ്റത്തിൽ ചാർജ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് ചാർജ് ചെയ്യാം. വേറെ ഇന്റർനെറ്റ് കണക്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം എക്സാം എഴുതാനായിട്ട് കേട്ടോ. ഇനിയിപ്പോ വെള്ളം കുടിക്കാൻ തോന്നിയ വെള്ളം എടുക്കാനൊന്നും പോകേണ്ട അവസ്ഥ വരരുത്. അവിടെ ഇരുന്ന് തന്നെ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഒരു എക്സാം ഹാളിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ എക്സാം ഇതും അതേപോലെ തന്നെ കാണാം. ഓഫ്ലൈൻ ആണെന്ന് വിചാരിച്ചിട്ട് ഓൺലൈൻ ആണെന്ന് വിചാരിച്ചിട്ട് ആരും സീരിയസ്നെസ് കൊടുക്കാതിരിക്കും കേട്ടോ. ആയിരിക്കും മാം. ഒരു പേഴ്സൺ ഒരാള് ഒരു ട്യൂട്ടർ അങ്ങനെ രീതിയിലായിരിക്കും എക്സാം. ഇതേപോലെ നിങ്ങൾ ഈ ലിങ്കിൽ കയറും. ഇതേപോലെ ക്ലാസ്സിൽ കയറുന്ന പോലെ തന്നെ നിങ്ങൾ ലിങ്കിൽ കയറുമ്പോ ഇൻഡിവിജ്വലേറ്റർ ഉണ്ടാവും കേട്ടോ. ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന് മുമ്പ് ഇൻസ്ട്രക്ഷൻസ് പറയും കേട്ടോ. അതൊന്നും നിങ്ങൾ പറഞ്ഞു തന്നെ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആവേണ്ടത്. ഇപ്പോഴാണോ അതിന് പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ? ഇല്ല, നിങ്ങൾ ഇതിന് ഇത്ര വലിയ ടെൻഷൻ അടിച്ചൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളുടെ ആൻസർ കൃത്യമായിട്ട് ചെയ്യാം, ഇത്രേ ഉള്ളൂ. പിന്നെ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ റേഞ്ച് ഉള്ളിടത്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് വെച്ചിട്ടത്. പിന്നെ ക്യാമറ ഓൺ ചെയ്തിട്ടാണ് എക്സാം നടത്തുന്നത്. മാക്സിമം ക്യാമറ ഓൺ ചെയ്യാൻ പറയും ചിലര്. എത്ര പറഞ്ഞാലും കേൾക്കാറില്ല. പക്ഷെ
എക്സാം അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ തന്നെ എഴുതണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഓൾറെഡി എല്ലാവരും കാണാൻ പറ്റും സ്ക്രീനില്. മാം ഈ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് വരില്ലേ ഓരോ ചാപ്റ്ററും, അത് മാത്രം പഠിച്ചാൽ മതിയോ? അതെ അതെ അത് മാത്രം പഠിക്കും. പിന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം കേട്ടോ. ഓക്കെ. ഓരോ ചാപ്റ്റർ എടുക്കുക, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന ചാപ്റ്റർ എടുക്കുക, ആ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക, അതേ അതിൽ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് പഠിക്കുക. അങ്ങനെ ഓരോ പാഠഭാഗങ്ങളും പഠിച്ചു പോവാം. ഓക്കെ, ക്ലിയറാണോ? ഓരോ ദിവസവും ഓരോ subject അല്ലേ മാം? മാം ഈ മോഡലിന്റെ നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ തന്നിട്ടില്ലേ, അതിനകത്ത് മോക്ക് ടെസ്റ്റിന് അതുപോലെ തന്നെ അപ്പം എക്സാം എഴുതുന്നതും നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. നിങ്ങള് വേറെന്താ പറയണ്ടേ, ഡേറ്റ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ പറയും കേട്ടോ. ടേം 1 എക്സാം ആണ്, 50 മാർക്കിന്റെ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും വെച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കും. ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ഒരു ദിവസം ഒരു ദിവസം 1 മണിക്കൂറിന്റെ എക്സാം. എല്ലാ സബ്ജക്റ്റും നമ്മുടെ മെയിൻ ഒരുമിച്ച് എക്സാം ആണ് വരുന്നത്. 6 പേപ്പറല്ലേ നമുക്ക് മെയിൻ എക്സാമിന്. 6 പേപ്പർ വന്ന് പരീക്ഷ ഉണ്ട്. 6 ദിവസം പരീക്ഷയായിരിക്കും കേട്ടോ. മെയിൻ എക്സാം 6 ദിവസം ഉണ്ട്. 6 പേപ്പർ. ഇപ്പോ നിങ്ങളുടെ ചൈൽഡ് വെൽഫെയറിന്റെ ഭാഗമില്ലേ ഫസ്റ്റ് പാർട്ട്, അതൊരു പേപ്പർ. ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 2ാമത്തെ പേപ്പർ. 3ാമത്തെ പേപ്പറാണ് സൈക്കോളജി. 4ാമത്തെ പേപ്പർ നിങ്ങളുടെ മോണ്ടിസോറി. 4th പേപ്പറാണ് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗം വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ 6ാമത്തെ പേപ്പറാണ്, സോറി ലാസ്റ്റ് പേപ്പറാണ് ഇംഗ്ലീഷിന്റെ. ഓക്കെ, മനസ്സിലായല്ലോ? അത് ആ സമയം പറഞ്ഞുതരാം കേട്ടോ, അങ്ങനെയാണെന്ന്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.